വിവാദങ്ങൾക്ക് വഴി തുറന്ന ബയോപാർക്കിലെ ഗാന്ധി പ്രതിമ പുതുരൂപത്തോടെ ഒക്ടോബർ 2-ന് അനാച്ഛാദനം ചെയ്യാൻ ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ധാരണ. നഗരസഭ നിർദ്ദേശിക്കുന്ന വിധത്തിൽ രൂപമാറ്റം വരുത്തി പ്രതിമ സ്ഥാപിക്കുന്ന കാര്യം ശില്പിയുമായി ചർച്ച ചെയ്യും. ആവശ്യമെങ്കിൽ പുതിയ ശില്പിയെ കണ്ടെത്തണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. ഗാന്ധി പ്രതിമയുടെ അടിത്തറ സംബന്ധിച്ച അജണ്ടയിൽ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോടാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പുതിയ പ്രതിമ സ്ഥാപിക്കുന്നതിന് നടപടിയുണ്ടാകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ വി അനൂപ് പറഞ്ഞു. പ്രതിമ നിർമ്മാണത്തിന് കൗൺസിൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ മേൽനോട്ടം വേണമെന്ന് ആൻഡോ തോമസ് ആവശ്യപ്പെട്ടു. ഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ഗ്രാമസ്വരാജിനെയും അധികാര വികേന്ദ്രീകരണത്തെയും അട്ടിമറിക്കുന്ന UDFന്റെ ഗാന്ധി പ്രേമത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AT ഹംസ പരിഹസിച്ചു. ഗാന്ധി പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് ഫയലില്ലെന്ന് വിവരാവകാശ രേഖ നൽകിയ നഗരസഭ വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് VS നവനീത് പറഞ്ഞു. 2025 ഒക്ടോബർ 18-ന് ചേർന്ന കൗൺസിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി 3.64 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചതായി അജണ്ടയിലുണ്ടായിരുന്നു. എന്നാൽ പ്രതിമയുടെ തറയെക്കുറിച്ച് മാത്രമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഫയൽ ഉണ്ടായിരുന്നതെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചു. നിലവിലെ രൂപത്തെ ഗാന്ധി എന്ന് പറയരുതെന്നും അത് എടുത്തുമാറ്റി പുതിയ പ്രതിമ വേണമെന്നും ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. ഗാന്ധി ഘാതകരുടെ ഗാന്ധി പ്രേമത്തെ KS അനൂപ് പരിഹസിച്ചു. കോഴിയെ സ്നേഹിക്കുന്ന കുറുക്കനോട് ഉപമിച്ചാണ് ഇറിൻ ആന്റണി സംസാരിച്ചത്. പുതിയ ഗാന്ധി പ്രതിമ ഒക്ടോബർ 2-ന് സ്ഥാപിക്കുന്ന വിധത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് AS മനോജ് പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുപോലെ ഗാന്ധി പ്രതിമ മാറ്റി സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അറിയിച്ചു.